ब्रह्मलोगादशेषाद् आलोकलोकपर्वताद् ये सन्ति ब्रह्मज्ञा देवा तेभ्यो नित्यं नमाम्यहम्। ॐ श्रीनाथादिगुरुत्रयं गणपतिं पीठत्रयं भैरवं सिद्धौघं वडुगत्रयं पदयुगं द्रुतिक्रमं मण्डलं वीराजष्टचतुष्कषष्टिनवकं वीरावली पञ्चकं श्रीमन्मालिनीमन्त्रराजसहितं वन्दे गुरोर्मण्डलम्। श्रीनारायण्यै नमः। ഗുരുദീക്ഷ നൽകി അനുഗ്രഹിക്കണമെന്നുള്ള പാർവതീദേവിയുടെ ആവശ്യം ശ്രവിച്ച ഭഗവാൻ ആദിഗുരുവായ ശ്രീ പരമശിവൻ പറയുകയാണ്. 4-ാമത്തെ ശ്ലോകം ഗുരുഗീതയിലെ നോക്കാം. ഈശ്വര ഉവാച മമ രൂപാസി ദേവി ത്വം ത്വത്പ്രീത്യർത്ഥം വദാമ്യഹം ലോകോപകാരക പ്രശ്ന ന കേനാപി കൃതഃ പുരാ. ഈശ്വരൻ പറയുകയാണ്, ലോ ഭഗവതി ദേവി, നീ എന്റെ രൂപം തന്നെയാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടിക്കൊണ്ട് ഞാൻ നിന്റേതായിരിക്കുന്ന ജിജ്ഞാസയ്ക്ക് ആവശ്യമായ മറുപടി തരാം. ഇത്തരം പൊതുലോകത്തിന് ആകമാനം ഉപകാരപ്രദമാകുന്നൊരു ചോദ്യം ഇതിനു മുമ്പാരും ചോദിച്ചിട്ടില്ല. നിന്റെ ചോദ്യം സർവലോകത്തിന് മംഗളമേകുന്നതാണ്. അതുകൊണ്ട് ചോദ്യത്തിന് ഞാൻ വ്യക്തമായും മറുപടി പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ശ്രോതാവിന്റെ ജിജ്ഞാസ, താത്പര്യം ആണ് വക്താവിനെ കൊണ്ട് ആഴങ്ങളിലുള്ള അറിവുകളുടെ വിശദീകരണത്തിന് പ്രേരണ കൊടുക്കുന്നത്. ജഗദ്ഗുരുവാണ്, പരംഗുരുവാണ്, ആദിഗുരുവാണ് തന്റെ ഭർത്താവായിരിക്കുന്ന ശ്രീ പരമശിവൻ എന്നുള്ളത് പാർവതീദേവിക്ക് വ്യക്തമായ കാര്യമാണ്. അങ്ങനെയുള്ള ശിവഭഗവാനും പല സന്ദർഭങ്ങളിലും പത്മാസനത്തില്, സുഖാസനത്തില് തനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ, വിധത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ചും കണ്ണു തുറന്നും ധ്യാനിക്കുന്നതായിരിക്കുന്ന രംഗങ്ങൾ ഒത്തിരി പ്രാവശ്യം പാർവതീദേവി കാണുവാനിടയായിട്ടുണ്ട്. അപ്പോ നാമരൂപങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഏതോ ഒരു സത്സങ്കല്പത്തെയാണ്, സത്യത്തെയാണ് തന്റെ ഭർത്താവ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ഏകദേശ അവബോധം, ധാരണ പാർവതീദേവിക്ക് ഉറയ്ക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്നോ എന്നൊന്നും മനസ്സിലാക്കുവാനുള്ള ഒരു അറിവ് തൽക്കാലം
ഇവിടെ പാർവതീദേവിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പം ഭഗവാൻ ആദ്യം തന്നെ മറുപടി പറയുന്നത്, നമ്മളിവിടെ ലോകത്തിൽ സ്ത്രീയെന്നും പുരുഷനെന്നും അതുപോലെ തന്നെ ഹൈന്ദവനെന്നും ക്രൈസ്തവനെന്നും ഇസ്ലാമി എന്നും എല്ലാം പറഞ്ഞ് വളരെയധികം ഭേദഭാവന പുലർത്തി കലഹത്തിനും ദുഃഖത്തിനും അവസരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ ഭഗവാൻ പരമശിവന്റെ ആദ്യ പ്രയോഗം തന്നെ നമ്മയെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. നാം അറിഞ്ഞ തത്വം, നാം ബോധിച്ചിരിക്കുന്ന അറിവുകൾ യാഥാർത്ഥ്യം ആയിരുന്നുവോ? യാഥാർത്ഥ്യമായിരുന്നു ഇവിടെ വാസ്തവത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള അസമത്വങ്ങൾക്കും അക്രമങ്ങൾക്കും ഇവിടെ സാഹചര്യം ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത്, അല്ലയോ മഹാമായയായിരിക്കുന്ന ദേവി, നീ എന്റെ സ്വരൂപം തന്നെയാണ്, എന്റെ രൂപം തന്നെയാണ്. സത്യത്തിൽ നീയും ഞാനും രണ്ടല്ല. ശിവനും ശിവയും രണ്ടല്ല, നമ്മൾ ഒന്നു തന്നെയാണ് എന്നുള്ള പരമാർത്ഥത്തെയാണ് ആദ്യം തന്നെ ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ഗുരുഗീത ശ്രവിക്കുന്ന നമ്മളും ആദ്യമായിട്ട് ബോധിക്കേണ്ടത്, ജാതിയുടേത് പേരിലായാലും മതത്തിന്റെ പേരിലായാലും ലിംഗഭേദത്തിന്റെ പേരിലായാലും നമ്മെ ഭിന്നിപ്പിച്ച് വിവേചനം ഉണ്ടാക്കുന്ന പ്രവണത വാസ്തവത്തിൽ ആർഷമത സങ്കല്പത്തിൽ അന്തർഭവിക്കുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടതാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിരിക്കുന്ന ആ പരമാത്മാവ് ഏകമാണ്. അതാണ് ആരുടെയും സ്വരൂപം എന്നുള്ളത് നിസ്സംശയമായി ബോധിപ്പിക്കുന്ന ശാസ്ത്രമാണ് വാസ്തവത്തിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ. എന്നാൽ ഭഗവതിച്ചുകൊണ്ട് തന്നെ എന്ന് പറയട്ടെ, അറിവുണ്ട് എന്ന് അഭിമാനിച്ചിരുന്നവർ തന്നെ ഇവിടെ ജാതിയുടെയും അതുപോലെ തന്നെ വർണ്ണത്തിന്റെയും അതുപോലെയുള്ള വിവേചനം വളർത്തി ഇവിടെ പക്ഷപാതപരമായിരിക്കുന്ന ഒരു അറിവിനെ പ്രചരിപ്പിക്കാനാണ് പ്രാധാന്യം കൊടുത്തത്. ഇത് തന്നെയായാലും ഇന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് പണ്ടുകാലത്ത് ഗോപ്യമായി വെച്ചിരുന്ന അറിവുകളെല്ലാം വിവേകികളായിരിക്കുന്ന ആചാര്യന്മാര് സുവ്യക്തമായി പ്രകാശിപ്പിച്ചതിനാൽ നമുക്കെല്ലാം ബോധിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പികാലികമായിരിക്കുന്ന ഈ ലോകത്ത് ഇന്ന് പ്രസക്തമായിരിക്കുന്ന വിഷയം നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാസ്തവത്തിൽ പിന്തുടരുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് നമ്മളിവിടെ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ ഗുരുഗീതയുടെ ശ്രവണ മനന നിധിധ്യാസനങ്ങളെ കൊണ്ട് നമുക്ക് യഥാർത്ഥമായ അവബോധം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓം
കാമതോ അകാമതോ വാപി യത്കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനേ നമോ നമഃ. ശ്രീ ലളിതാംബികായൈ തേ സമർപ്പയാമി മാം ശിവേ. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.